ഇനി വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. പഞ്ചാബിൽ വാഹനാപകടത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റു. ജലന്ധറിലെ സുജി ഗ്രാമത്തിലാണ് സംഭവം. പഠാൻകോട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ട്രാക്ക് സൈനിക വാഹനത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിന് ശേഷം ട്രക്ക് ഡ്രൈവർ രക്ഷപ്പെട്ടു. SNDPയുടെ നിലപാടിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയായുള്ള BDJSന്റെ പ്രവർത്തനത്തെ SNDP പ്രോത്സാഹിപ്പിച്ചു. SNDPയെ BJPയിൽ കെട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ചതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് പോകുവാൻ SNDPയെ അനുവദിക്കില്ല. ശ്രീനാരായണീയ ദർശനങ്ങളിൽ നിന്ന് അകലുന്ന SNDPയെ ശക്തമായി വിമർശിക്കണം. സ്വത്ത് രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുവാൻ BJP ശ്രമിച്ചു. ഇത് SNDPയുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ നഷ്ടമാകുവാൻ ഇടയാക്കിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ആ വോട്ട് BJPക്ക് കിട്ടി. അതിലെ ഒരു നല്ല വിഭാഗം വോട്ട് ക്രിസ്ത്യൻ വോട്ടാണ്. SNDPയുടെ പ്രമുഖ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ ജനവിഭാഗത്തെ SNDP ശ്രീനാരായണ ഗുരു തന്നെ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. തെരഞ്ഞെടുപ്പിന് ശേഷം LDFിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFിലെ തിരുത്തലുകൾ കാത്തിരുന്ന് കാണുമെന്നും ബിനോയ് വിശ്വം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രകാശ് ബാബുവിനെ തഴഞ്ഞിട്ടില്ല. അത്തരമൊരു അഭിപ്രായം പ്രകാശ് ബാബുവിനില്ല. അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സ്ഥിതി പറയുമ്പോൾ തിരുത്തലുകൾ ഉണ്ടാകുന്ന ആവർത്തിക്കുമ്പോഴും TP കേസിലെ പ്രതികളുടെ ലിസ്റ്റ് പുറത്തുപോയതിനെ കുറിച്ചാണ് അന്വേഷണം. അത് അന്വേഷിച്ചിട്ട് പറയാം. തിരുത്തലുണ്ടാകും. വയനാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ ഏത് ഘട്ടത്തിലാണ്? മാനിരാജയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥിത്വം ദേശീയ അത് സ്ഥാനാർത്ഥി ഉണ്ടാകും. കേന്ദ്ര ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തിന് 5,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടെന്നും KN ബാലഗോപാൽ. കേരളത്തിന് അർഹമായ നികുതി വിഹിതം ലഭിക്കുന്നില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര ധനകാര്യമന്ത്രിയെ തന്നെ കണ്ട് പ്രത്യേകം കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നിങ്ങളുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് വിശദമായിട്ട് ആ കത്തുകൾ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാ പോയിന്റുകളും പറയുന്നില്ല. അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിനൊരു 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, സാമ്പത്തിക പാക്കേജ് നമ്മൾ ചോദിച്ചിരുന്നു. അത് ആകാശത്തുനിന്നൊരു തുക അങ്ങ് നിശ്ചയിച്ചതല്ല. കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട്. ആ തുക ആകെയും നമ്മൾ ചോദിച്ചില്ല. കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സപ്ലൈകോയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ അധിക തുക നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സപ്ലൈകോയെ ശക്തിപ്പെടുത്തും. അപൂർവം സാധനങ്ങൾ മാത്രമാണ് കരാറുകാർ നൽകാതിരിക്കുന്നതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഓണക്കാലത്തൊക്കെ ആവശ്യത്തിന് പണം ഉണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവില്ല. സപ്ലൈകോയുടെ സാധന വരവിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് പ്രതിജ്ഞാബദ്ധമാണ്. അതിനകത്ത് തർക്കമില്ല. ചില ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ പോവുകയും കേസ് ഉണ്ടാകുകയും ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് വന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ചില സപ്ലൈസ് കൊടുക്കുന്നുണ്ടാവില്ല. അതൊന്നും ഇനി ഉണ്ടാവില്ല. കാര്യം കൃത്യമായി പണം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊന്നും ഒരു കച്ചവടക്കാരും സപ്ലൈകോ അല്ല ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെയും വെല്ലുവിളിക്കാൻ നിന്നാലൊന്നും ഞങ്ങൾ അംഗീകരിക്കും. KCBയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുവാനായി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുറക്കുമെന്ന് വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി. 1912 എന്ന നമ്പറിലേക്ക് വിളിച്ച് പരാതിപ്പെടാമെന്നും മന്ത്രി KSCBയുടെ ഓഫീസ് ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് തൊട്ട്
എല്ലാ ജില്ലയിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് തൊട്ട് എല്ലാ ജില്ലയിലും കൺട്രോൾ റൂം 1912 മാത്രമല്ല എല്ലാ ജില്ലയിലും കൺട്രോൾ റൂം തുറക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശി 3.5 വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരം. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടി കുളിച്ച കണ്ണൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ഇവിടം സന്ദർശിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് സ്ഥലം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. എളീറ്റിൽ വട്ടോളി സ്വദേശിനിയായ ഷരീഫ് സാബിറ ദമ്പതികളുടെ മകളായ ഫാത്തിമ ബത്തൂലാണ് മരിച്ചത്. പനി ബാധിച്ച് ഒരാഴ്ചയായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോട്ടയം രാമപുരത്ത് കന്യാസ്ത്രീ തൂങ്ങി മരിച്ചു. 51-കാരിയായ സിസ്റ്റർ ആൻ മരിയാണ് ജീവനൊടുക്കിയത്. പുതുവേലി മോർണിംഗ് സ്റ്റാർ മഠത്തിലെ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓർമ്മക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നു. തൃശൂർ കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തുവാൻ ശ്രമം. വൈശ്ശേരി സ്വദേശി ജിനീഷിനെയാണ് 3-അംഗ സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ 3-അംഗ സംഘം രക്ഷപ്പെട്ടു. അട്ടപ്പാടിയിൽ കാണാതായ പോലീസുകാരന്റെയും നാട്ടുകാരന്റെയും മൃതദേഹം കണ്ടെടുത്തു. പോലീസുകാരനായ മുരുകൻ, കാക്കൻ എന്നിവരാണ് മരിച്ചത്. 4 ദിവസം മുൻപ് കാക്കന്റെ ഇടയാണി ഊരിലേക്ക് പോകുവാൻ ഒരുമിച്ചിറങ്ങിയതായിരുന്നു ഇരുവരും. ഇതിനിടെ കാണാതാവുകയായിരുന്നു. ശക്തമായ മഴയിൽ വെള്ളത്തിൽ അകപ്പെട്ടതാകാമെന്നാണ് വിവരം. തെലങ്കാനയിൽ ഡാം നിറഞ്ഞു കവിഞ്ഞു. പെടയാഗു അണക്കെട്ടാണ് ശക്തമായ മഴയിൽ നിറഞ്ഞൊഴുകിയത്. അണക്കെട്ട് നിറഞ്ഞൊഴുകിയതോടെ 3 ഗ്രാമങ്ങളിൽ വെള്ളം കയറി. ആളുകളെ ഹെലികോപ്റ്ററുകളിലൂടെ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും ആധിപത്യം ഇന്ത്യയെ തകർത്തുവെന്ന് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് യോഗേന്ദ്ര യാദവ്. രാജ്യത്ത് വിവിധ തരത്തിലാണ് ഇവർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് BJP. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം. വരും വർഷങ്ങളിലെല്ലാം ഇതിന്റെ പരിണിത ഫലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും യോഗേന്ദ്ര യാദവ് കോഴിക്കോട് പറഞ്ഞു.